Dimitrios Triveni, Delhi Bhadrasanathran, Dimitrios Triveni, Dubai St. Thomas Orthodox Cathedral, Vigari, Bhimanapata Johnson Achan, Dubai St. Thomas Orthodox Cathedral, Trustee, Bhimanapata Sri Thomas Ray, Charity Convener, Sri Bini, ഇവിടെ കൂടിയിരിക്കുന്ന പ്രസ് റിപ്പോർട്ടർമാരെ എല്ലാവർക്കും കർത്തൃനാമത്തിൽ ധന്യവാദങ്ങൾ. സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ 2012 ഇടവകയുടെ 2012 വർഷത്തെ ചാരിറ്റിയുടെ ഭാഗമായി 16 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് ഇടവക തീരുമാനിക്കുകയുണ്ടായി. കൂടാതെ തിരുവനന്തപുരം ഭദ്രാസനത്തിൽ കാലം ചെയ്ത അഭിനന്ദ ജോബ് മാസ്റ്റർ ക്രിസ്ത്യനോസ് തിരുമേനിയുടെ നാമധേയത്തിൽ ഒരു മൊബൈൽ കെയർ യൂണിറ്റ് ആംബുലൻസിന് സംഭാവന ചെയ്യുന്നതിനും നാഡി രോഗത്താൽ ക്ലേശിക്കുന്ന ഏകദേശം 10 പേർക്ക് മെഡിക്കൽ എയ്ഡ് നൽകുന്നതിനും ഇടവക തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ വീടുകളുടെ താക്കോൽദാനവും ആംബുലൻസിൻ്റെ താക്കോൽദാനവും ഈ മാസം 29-ാം തീയതി തിരുവനന്തപുരം ഭദ്രാസനത്തിൽ പാളയത്തുള്ള ഭദ്രാസന ഓഫീസിൽ കൂടുന്ന മീറ്റിംഗിൽ വെച്ച് മലങ്കര ഭദ്രാസന മധുരപുരത്തായും കാതോലിക്ക ബാവായുമായ അഭിനന്ദ മോറാൻ മാർക്കസ് സേവിയോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയാൽ നൽകപ്പെടുന്നതാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും എല്ലാ ആശംസകളും അറിയിക്കുന്നു. അതിന് നമസ്കാരം. വിവിധ പത്രങ്ങളിൽ നിന്നും പ്രതികരിച്ചു വന്നിരിക്കുന്ന സ്നേഹിതരെ, ഈ ഒരു മീറ്റിംഗിന് വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം സന്നദ്ധ പ്രകടിപ്പിച്ച നിങ്ങൾ ഏവരോടും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നാമത്തിലും അതുപോലെ തന്നെ ഡൽഹി ഓർത്തഡോക്സ് സെന്റർ അല്ലെങ്കിൽ ഭദ്രാസനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദിയും അതേ സമയത്ത് സ്വാഗതവും. ആമുഖമായിട്ട് ഏതാനും ചില കാര്യങ്ങൾ സഭയുടെ ദൗത്യം ഒന്ന് അവതരിപ്പിച്ചുകൊള്ളട്ടെ. സഭയുടെ രക്ഷാപദ്ധതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിപാടി എന്ന് പറയുന്നത് മനുഷ്യന്റെ സാർവത്രികമായിട്ടുള്ള അവന്റെ വളർച്ചയും അവന്റെ ഉദ്ധാരണത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ആത്മീകമായിട്ട് മാത്രമായിട്ട് സഭ ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ കാണുന്നില്ല. ഒരു വ്യക്തിയുടെ സാമ്പത്തികവും ശാരീരികവും മാനസികവും ആത്മീകവുമായിട്ടുള്ള എല്ലാ പ്രവർത്തന മണ്ഡലത്തിൽ അവൻ വളർന്നു വന്ന അവൻ്റെ സൃഷ്ടാവിൻ്റെ ഉദ്ദേശമനുസരിച്ച് അവൻ ജീവിതത്തിൽ എല്ലാവിധ നന്മയും കൈവരുത്തണം എന്നുള്ള ഒരു വലിയ ദൗത്യം സഭയിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ ഒരു കാര്യവിചാരകൻ എന്ന് മാത്രം. അത് മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയും മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാൻ, പ്രത്യേകിച്ച് സമൂഹത്തിൽ പിന്നോക്കം അനുഭവിക്കുന്നവർക്ക് അവർക്ക് കൂടുതലായിട്ട് സമൂഹത്തിൻ്റെ നേട്ടങ്ങളെ കൈവരുത്തുവാൻ സഹായിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് സഭയുടെ വിവിധ ഇടവകൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ വളരെയധികം മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും ഈ സഭയ്ക്ക് ഒരു മാതൃകയായിട്ട് പ്രവർത്തിക്കുകയും പല പദ്ധതികളിൽ കൂടി ഈ ഒരു വിശ്വാസത്തെ പ്രവർത്തികളിൽ കൂടി യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതാണ് ഡൽഹി ഭദ്രാസനത്തിൻ്റെ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. അതിൻ്റെ ദീർഘകാല ചരിത്രം പരിശോധിക്കുവാണെങ്കിൽ നമ്മുടെ വ്യക്തികൾ, നമ്മളുടെ മലയാളികൾ, നമ്മളുടെ ഈ സഭയുടെ അംഗങ്ങൾ അവിടെ പോയി അവരുടെ അധ്വാന ഫലം അവർക്ക് മാത്രം ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ആയി തീരാതെ നാട്ടിലുള്ള അനേകർക്കും, പ്രത്യേകിച്ച് ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വിഭാഗത്തെ വ്യക്തികളെ മുൻനിർത്തിക്കൊണ്ട് കണ്ടുകൊണ്ട് അവരെ സഹായിക്കുന്നതായിട്ടുള്ള പദ്ധതികൾ അനവധിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സഭ ആകമാനം ഞങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന കാതോലിക്കോസിന്റെ സ്ഥാപനത്തിന്റെ 100 വർഷം തികയുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാ ഭദ്രാസനങ്ങളും ഇടവകളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പദ്ധതികൾ അവർ ഉദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ദുബായിൽ ഉള്ള സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ഇങ്ങനെ ചില പദ്ധതികൾ അത് ഉദ്ദേശിക്കുകയും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാം കൂടി ഒരുമിച്ച് അവിടുത്തെ വ്യക്തികളുടെയും അംഗങ്ങളുടെയും താല്പര്യമോടുകൂടി തന്നെ ഈ പദ്ധതികൾ നിവർത്തിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ ആ ഇടവകയുടെ വികാരിയാണ്.
വികാരി അച്ഛൻ ഈ പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ വിശദീകരണങ്ങൾ നൽകുകയാണ്. സ്നേഹമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും വലിയ ദേവാലയമാണ് ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരു ദേവാലയമാണ് ദുബായ് കത്തീഡ്രൽ. ദുബായ് ഇടവക ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ്. കാതോലിക്കേറ്റ് സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി 100 ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇടവക നടപ്പിലാക്കി കഴിഞ്ഞു. ഈ 100 ചാരിറ്റി പ്രവർത്തനങ്ങളുടെ സമാപനവും ഈ വർഷത്തെ 3 പ്രധാന പദ്ധതികളായ ഒന്നാമത്തെ പദ്ധതി വീട്, മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഭവനം ഇല്ലാത്തതായ ആളുകൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നു. 16 വീടുകൾ മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചു നൽകി. ഈ വർഷം ഏകദേശം കാതോലിക്കേറ്റ് സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 27 വീടുകളോളം സഭയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ നിർമ്മിച്ചു നൽകി കഴിഞ്ഞു. ഏകദേശം 2.5 കോടി രൂപ ഈ 100 പദ്ധതികൾക്കായിട്ട് ഇടവക ചിലവഴിക്കുകയാണ്. ഈ 16 വീടുകളുടെ താക്കോൽ ദാനമാണ് ഒന്നാമതായിട്ട് ഈ വർഷത്തെ ചാരിറ്റി പ്രോജക്റ്റിൽ നടക്കുന്നത്. രണ്ടാമതായിട്ട് ഡൽഹി ഭദ്രാസന മെത്രാപ്പോലിത്തയായി ആയിരുന്ന കാലം ചെയ്ത ജോബുമാർ ഫിലക്സിനോസ് തിരുമേനയുടെ ഭാവന സ്മരണ അനശ്വരമാക്കത്തക്ക രീതിയിൽ തിരുവനന്തപുരത്തുള്ള പാലവിള കേന്ദ്രമാക്കിയുള്ള ഗ്രാമീണ ആരോഗ്യ മിഷൻ പരിപാടി കേന്ദ്രത്തിലേക്ക് എല്ലാവിധമായ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു ആംബുലൻസ് നൽകുക. മൂന്നാമതായിട്ട് നാഡീ രോഗങ്ങളാൽ ക്ലേശം അനുഭവിക്കുന്നവര്, സാധാരണ ജീവിതം നയിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നവജീവൻ എന്ന പേരിൽ ഒരു ചികിത്സാ സഹായം, ഇതിനായിട്ട് അർഹരായ ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടതായ ചികിത്സ ലഭിക്കും. സാമ്പത്തിക പ്രയാസം മൂലം ചികിത്സയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് വരാനായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയ 3 പ്രധാന പദ്ധതികളാണ് ഇടവക നടപ്പിലാക്കുന്നത്. അതിന്റെ താക്കോൽ ദാനവും ചികിത്സാ സഹായ വിതരണവുമാണ് തിരുവനന്തപുരത്ത് വെച്ച് 29-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നടക്കുന്നത്. ഈ സമ്മേളനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയും താക്കോൽ ദാനം നിർവഹിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിമിത്രിയോസ് തിരുമേനിയാണ്. ഇതിന്റെ മുഖ്യ അതിഥി കേരള നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയൻ, അതുപോലെ തന്നെ തിരുവനന്തപുരം മേയർ, മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ പങ്കെടുക്കുന്നതായ ഒരു സമ്മേളനമാണ്. പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. ദുബായ് പള്ളിയുടെ ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ എല്ലാ വരുമാനത്തിന്റെയും 10% ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നു. അതുപോലെ തന്നെ മറ്റ് വരുമാനങ്ങളുടെ മറ്റ് ചാരിറ്റി സംബന്ധമായി ലഭിക്കുന്ന മറ്റ് എല്ലാ വരുമാനങ്ങളുടെയും മുഴുവൻ തുകയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായ ഒരു ഇടവകയാണ്. ഇതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾ അതൊരു പ്രദർശനമായിട്ടല്ല ചെയ്യുന്നത്. ഇത് ഉദ്ദേശമെന്ന് പറയുന്നത് അവരുടെ കൂട്ടായ്മയെന്ന് ഉദ്ദേശിക്കുന്നത് ഏകദേശം 40 വിവാഹത്തോളം ഞങ്ങൾ നടത്തി കൊടുത്തു. ഈ വിവാഹം നടത്തിയവരെ അവിടെ ഒരു വിളിച്ചുകൂട്ടി അവരുമായിട്ട് അവരുടെ ഇപ്പോൾ കുടുംബ ജീവിതത്തെ പറ്റി ഒന്ന് മനസ്സിലാക്കുവാനും ഒന്ന് സന്തോഷിക്കുക. അല്ലാതെ അതിനൊരു പബ്ലിസിറ്റി ആയിട്ടല്ല. അവരെ നമ്മൾ വിവാഹം നടത്തി അവരുടെ സഹായം ചെയ്തു കൊടുത്ത് വിട്ടു. പക്ഷെ അവരെ പറ്റി ഒരു അന്വേഷണം ഇടവക നടത്തുന്നു എന്ന് മാത്രമേ അതിന്റെ പിന്നിലുള്ള ഉദ്ദേശമുള്ളൂ.
ഒരു കാര്യത്തിന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഫോളോ അപ്പും നടത്തുന്നുണ്ട്. ഇടവകയുടെ ഒരു പ്രത്യേക കൺസേൺ അതാണ്. പല രോഗികളുടെയും ഇതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്നില്ല. ഇവിടെ തുടർന്ന് അവരുടെ സ്ഥിതി എങ്ങനെയുണ്ട്, ആരോഗ്യമായിട്ടുള്ളതും മറ്റുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്ന ഒരു രീതിയും കൂടി ഇടവകയാണ്. അതുകൊണ്ട് ഇത് ഈ പദ്ധതിയുടെ ഒരു ഇൻഡിക്കേഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അതോടുകൂടി ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം ഈ ഇടവകയ്ക്ക് ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അത് വളരെ വ്യക്തമാണ് ഈ പദ്ധതികളുടെ കൂടി കാണിക്കാൻ സാധിക്കുന്നത്. കാർഷിക അവാർഡ് എന്നുള്ള ഏറ്റവും നല്ല കർഷകനെ തിരഞ്ഞെടുത്ത് കാർഷിക അവാർഡ് ഏകദേശം സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 39 അപേക്ഷകളോളം ലഭിച്ചു. നല്ല ഒരു ജഡ്ജസ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു. ജഡ്ജസിന്റെ ഇതിനനുസരിച്ച് ശ്രീ ജോർജ് എന്ന് പറയുന്ന ആളിനെ മുളന്തുരുത്തി സ്വദേശിയാണ്, അദ്ദേഹത്തെയാണ് അതിനുവേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ കാർഷിക അവാർഡ് ഈ സമ്മേളനത്തിൽ വെച്ച് പരിശുദ്ധ ബാവ തിരുമേനി നൽകുന്നതായിരിക്കും.